Hello friends, welcome back to Anci's world. കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഏതായാലും വന്നപ്പോൾ നല്ലൊരു കിഡിലെ നൈറ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രെഡ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 സ്ലൈസ് ബ്രെഡ് കൊണ്ട് നമുക്കൊരു 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കണ്ടല്ലേ, അത് ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഈ കോണിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ. എന്നിട്ട് രണ്ടും ഈക്വൽ സൈസ് ആവണേ. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗ് ബീറ്റ് ചെയ്തതാണ്. ഞാനിവിടെ ഒരു 2 മുട്ടയും അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. ഇനി നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടെ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നല്ല ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു എഗ്ഗിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസ് എല്ലായിടത്തും നന്നായിട്ട് എത്തണം കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് വിട്ടു പോകരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നന്നായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഈ ബ്രെഡ് രണ്ടും സെപ്പറേറ്റ് ആവും. അങ്ങനെ സെപ്പറേറ്റ് ആയി പോകരുത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ ആക്കണം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചിടണം. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അധികം ടൈമൊന്നും വേണ്ട. ബ്രെഡ് ഒന്ന് മൊരിഞ്ഞ് വന്ന ആ ഒരു സമയം മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടാവും. കണ്ടില്ലേ? ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്കിതിനങ്ങ് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. കാരണം ഗസ്റ്റിൻ്റെ മുന്നിലൊക്കെ ആളാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അവരുടെ മനസ്സൊന്നറിയും, അതുപോലെ തന്നെ വയറൊന്നറിയും. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ കുടിക്കും ഈ ബ്രെഡ്. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു പോക്കറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ബ്രെഡിൽ നിന്ന് 2 പോക്കറ്റ് വീതം നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ബ്രെഡും ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കണം. ഇത് ഇതുപോലെ കഴിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ചിക്കൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ അതിനുള്ള ചിക്കൻ എടുത്താൽ മതി കേട്ടോ. അത് ഞാനൊരു 5-6 പീസ് എടുത്തിട്ട് അതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസസ്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓണിയൻ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ക്യാരറ്റ് ഇടാം. ഇനി 2 ടേബിൾ സ്പൂൺ
ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതൊക്കെ എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ക്യാബേജ് യൂസ് ചെയ്യാം, ക്യാപ്സിക്കം യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ കൂടുതൽ വെജിറ്റബിൾസ് ഇട്ടാൽ കുട്ടികൾ കഴിക്കാൻ ചാൻസ് കുറവാണ്. അവർക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാനും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ എരിവ് കൂടി പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മയണൈസ് ആഡ് ചെയ്യാം. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്, ഗാർലിക് മയണൈസാണ്. ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണോ അത്രയ്ക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് മാത്രമേ ഇതിൽ ആ വെജിറ്റബിൾസ് ഒന്ന് കാണാൻ നന്നായിട്ട് അതിലങ്ങ് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയ്ക്ക് മയണൈസ് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഫില്ലിങ്സ് നേരത്തെ തയ്യാറാക്കി വെക്കരുത് കേട്ടോ. കാരണം നമ്മളിതിൽ ഒണിയനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഈ പോക്കറ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതെല്ലാം ഈ ഒരു മിക്സ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഓരോ പോക്കറ്റും എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് ഇതിലോട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ 4 സൈഡും പൊട്ടി പോവാതെ നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് പൊരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ല് ചെയ്യണോ അത്രത്തോളം ഫില്ല് ചെയ്യുക കേട്ടോ. ഇതുണ്ടല്ലോ, ഒരാൾക്ക് 1 കഴിച്ചാൽ മതി, അപ്പോൾ തന്നെ വയറ് ഫുള്ളാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അത് അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും 100% ഇത് കഴിച്ചിരിക്കും. അപ്പോൾ ഒരാൾക്ക് ഒരു ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, എന്നാൽ തന്നെ നന്നായിട്ട് വയറ് നിറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇത് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.